2022 മാർച്ച് 6-ന് 24 വയസ്സുള്ള കാട്ടാക്കട സ്വദേശി ഗായത്രീനെ തമ്പാനൂരിലെ ഒരു ലോഡ്ജിൽ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ രീതിയിൽ കണ്ടെത്തി. തുടക്കത്തിൽ ഇതൊരു ആത്മഹത്യയാണെന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നത്. ഈ കൊല നടത്തിയത് ഈ ഗായത്രിയുടെ കാമുകനായിട്ടുള്ള പ്രവീൺ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഇവർ ഒരുമിച്ച് ഒരു ജ്വല്ലറിയിൽ ജോലി നോക്കിയിരുന്ന ആൾക്കാരാണ്. ഇയാൾ ഓൾറെഡി മാരീഡ് ആണ്. ഇയാൾക്ക് 2 കുട്ടികളുമുണ്ട്. ഈ കാമുകിനോടുള്ള താല്പര്യം കുറഞ്ഞു വന്നപ്പം ഇവളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തി കൊല ചെയ്യുകയായിരുന്നു. എന്തായാലും 3 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഇയാൾ കുറ്റക്കാരനാണ് എന്നുള്ളത് കോടതി വിധിച്ചിരിക്കുകയാണ്. 2022 മാർച്ച് 6-നാണ് ഈ സംഭവത്തിന് ആധാരമായ കാര്യങ്ങളൊക്കെ തിരുവനന്തപുരം നഗരത്തിലെ അരിസ്റ്റോ ജംഗ്ഷനിലെ ലോഡ്ജ് മുറിയിൽ സംഭവിക്കുന്നത്. ഈ ഗായത്രി എന്ന് പറയുന്ന കാട്ടാക്കട വീരണക്കാവ് ഏഴാമൂഴി സ്വദേശിനിയായിട്ടുള്ള പെൺകുട്ടി തിരുവനന്തപുരം നഗരത്തിലെ ഒരു ജ്വല്ലറിയിൽ ജോലി ചെയ്ത് വരുന്നതിനിടെയാണ് ആ ജ്വല്ലറിയിൽ തന്നെ ഒരു ഡ്രൈവറായി ജോലി ചെയ്ത് വന്നിരുന്ന പ്രവീൺ എന്ന കൊല്ലം പരവൂർ സ്വദേശിയെ പരിചയപ്പെടുന്നത്. ഈ 2021 ഇരുവരും കണ്ടുമുട്ടുന്നതും ആ ഒരു പരിചയം പിന്നീട് സൗഹൃദമായി വളർന്നു. ആ സൗഹൃദം പിന്നീട് പ്രണയമായി വളർന്നു. അങ്ങനെ ഈ പ്രവീണിൻ്റെ പശ്ചാത്തലം എന്തെന്നാൽ ഇയാളൊരു വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ്. എന്നാൽ ഈ വിവരം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ പെൺകുട്ടിയുമായിട്ട് ഗായത്രിയുമായിട്ട് ഇയാൾ ഒരു പരിചയത്തിലാകുന്നതും പിന്നീട് ഇയാൾ വിവാഹബന്ധത്തിൽ നിന്ന് മോചിതനാകാൻ പോവുകയാണ്. ഉടനെ തന്നെ വിവാഹമോചിതനാകും. അതിനുശേഷം നിന്നെ കല്യാണം കഴിച്ചു കൊള്ളാം എന്നാണ് ഇയാൾ ഈ പെൺകുട്ടിയോട് പറഞ്ഞിരുന്നത്. അത് വിശ്വസിച്ച് വന്ന ഈ പെൺകുട്ടി നിരന്തരം ഈ സാമൂഹിക മാധ്യമത്തിലടക്കം ഇയാളുമായിട്ടുള്ള ബന്ധം പരസ്യമാകുന്ന തരത്തിൽ പോസ്റ്റുകൾ ഇടാറുണ്ടായിരുന്നു. അതിനിടെയാണ് തിരുവനന്തപുരത്തെ വെട്ടുകാട് പള്ളിയിൽ വെച്ച് ഇരുവരും താലി ചാർത്തി ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ദൃശ്യം ഈ പെൺകുട്ടി സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതോടെ ഇയാളുടെ ഭാര്യ, ഈ പ്രവീണിൻ്റെ ഭാര്യയും കുടുംബവും ഈ ബന്ധത്തിനെതിരെ പരസ്യമായിട്ട് മുന്നോട്ട് വരികയും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഈ പെൺകുട്ടിയോട് ആവശ്യപ്പെടുകയും പ്രവീണിനെയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഇരുവരും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല ആ ഒരു ബന്ധം തുടർന്നു പോരുകയും ചെയ്തു. അങ്ങനെ ഈ പെൺകുട്ടി നിരന്തരം തൻ്റെ ആവശ്യം, തന്നെ നിയമപരമായി കല്യാണം കഴിക്കണമെന്നൊരാവശ്യം പ്രവീണിന് മുന്നിൽ നിരന്തരം ആവർത്തിച്ചു പോന്നിരുന്നു. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ തൻ്റെ കുടുംബമടക്കം തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ പ്രവീൺ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഗായത്രി അതിന് തയ്യാറായതുമില്ല. 24 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അതിനിടെ തന്നെ ഈ ഒരു വിഷയം അവരുടെ ജോലി സ്ഥലത്തടക്കം വലിയ വാർത്തയാവുന്നു. ഈ പ്രവീണിൻ്റെ ഭാര്യ ജ്വല്ലറിയിലെത്തി ഈ പെൺകുട്ടിക്കെതിരെ ഒരു പരാതി ഈ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട ഉടമസ്ഥർക്കും അത് മാനേജ് ചെയ്യുന്ന ആളുകൾക്ക് ഈ പരാതി കൊടുക്കുന്നു. തൻ്റെ ഭർത്താവിനെ ഇവിടുത്തെ ഒരു സ്റ്റാഫ് പ്രണയവലയിലാക്കുകയും തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും എന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയും അത് ഒരു പരാതിയായിട്ട് ആ ജ്വല്ലറിയിൽ കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗായത്രി ഈ സംഭവം നടക്കുന്നതിന് 8 മാസങ്ങൾക്ക് മുൻപ് ആ ജ്വല്ലറിയിൽ നിന്ന് ജോലി നിർത്തി വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഈ പെൺകുട്ടിയുടെ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അതിദരിദ്രമായൊരു കുടുംബ പശ്ചാത്തലമാണ്. ഏകദേശം 12 വർഷങ്ങൾക്ക് മുൻപ് പിതാവ് മരിച്ചൊരു കുടുംബം. മാതാവ് വീട്ടുജോലിക്ക് പോയാണ് ഈ പെൺകുട്ടിയെ വളർത്തുന്നത്. ഇതിനൊരു സഹോദരിയുണ്ട്, ജയശ്രീ MSc ബി.എഡുകാരിയാണ്. MScയിൽ 3ാം റാങ്ക് അടക്കം നേടിയ മിടുക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ അടക്കം നിയമ പോരാട്ടമാണ് ഇപ്പോൾ ഈ പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതും ഒരു ശിക്ഷാവിധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും. അപ്പോൾ ആ ഒരു സഹോദരിയുടെ അടക്കം വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി ആണ് ഈ പെൺകുട്ടി ഈ ജ്വല്ലറിയിൽ ജോലി ചെയ്തു വന്നിരുന്നത്. അങ്ങനെ ഈ പെൺകുട്ടി 8 മാസങ്ങൾക്ക് മുൻപ്, സംഭവം നടക്കുന്നതിന് 8 മാസങ്ങൾക്ക് മുൻപ് ജ്വല്ലറിയിലെ ജോലി നിർത്തി വീട്ടിലേക്ക് മടങ്ങുന്നു. അതിനുശേഷം ഇരുവരും കണ്ടുമുട്ടുന്നത് പതിവായതിനെ തുടർന്ന് ഈ പ്രവീണിൻ്റെ ഭാര്യ വീണ്ടും ഈ പെൺകുട്ടിയോടും അതുപോലെ തന്നെ ജോലി സ്ഥലത്തും പരാതിയുമായി എത്തുന്നു. അങ്ങനെ ഈ ജ്വല്ലറി തന്നെ ഈ ഡ്രൈവറായ പ്രവീണിനെ തമിഴ്നാട്ടിലെ ജ്വല്ലറിയിലേക്ക് സ്ഥലം മാറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിലെ ജ്വല്ലറി ഷോറൂമിലേക്ക് സ്ഥലം മാറിപ്പോകുന്നതിന് മുൻപ് താനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം, നമുക്കിരുന്ന് സംസാരിച്ച എല്ലാ പ്രശ്നങ്ങളും രമ്യമായി പരിഹരിച്ചതിന് ശേഷമാണ് ഞാൻ തമിഴ്നാട്ടിലേക്ക് പോകുന്നതെന്ന് വിശ്വസിപ്പിച്ച് ഈ പെൺകുട്ടിയെ 2022 മാർച്ച് 6-ാം തീയതി വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി എന്നല്ല, 2022 മാർച്ച് 6 ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ ഇയാളുടെ ആവശ്യപ്രകാരം, ഇയാളുടെ ഫോൺ കോളിൻ്റെ അടിസ്ഥാനത്തിൽ ഗായത്രി കാട്ടാക്കടയിലെ വീട്ടിൽ നിന്ന് 12 മണിയോടുകൂടി പുറത്തേക്കിറങ്ങുന്നു. കാട്ടാക്കടയിൽ പോയി എന്തോ ഗവൺമെൻറ് ഓഫീസിൽ പോയി അറ്റസ്റ്റ് ചെയ്യിക്കാനെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്നത്. അങ്ങനെ പുറത്തേക്കിറങ്ങുന്ന ഗായത്രി കാട്ടാക്കട ടൗണിലെത്തുമ്പോൾ പ്രവീൺ ബൈക്കുമായി കാത്തു നിൽക്കുന്നു. ഈ ബൈക്കിൽ കയറി ഗായത്രിയും പ്രവീണും ഒരുമിച്ച് നേരെ വരുന്നത് തമ്പാനൂരിലെ തിരുവനന്തപുരം നഗരഹൃദയത്തിലെ തമ്പാനൂർ ജംഗ്ഷനിലെ അരിസ്റ്റോ ജംഗ്ഷനിലെ ഒരു ലോഡ്ജിലേക്കാണ്. ഈ ലോഡ്ജിലെത്തിയതിന് ശേഷം ഇരുവരും തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നു. ഈ സൗഹൃദത്തിൽ നിന്നും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന പ്രവീണിൻ്റെ ആവശ്യം ഗായത്രി നിരാകരിക്കുകയും
വീണ്ടും തന്നെ വിവാഹം കഴിക്കണമെന്ന് ഇയാളുടെ ആവശ്യപ്പെടുകയും ചെയ്തു. അതിൽ പെട്ടെന്ന് പ്രകോപിതനായതാണോ അതോ മുൻകൂട്ടി ആസൂത്രണം ചെയ്തുവെന്നാണ് കോടതി രേഖകളിൽ അടക്കമുള്ളത്. മുൻകൂട്ടി ആസൂത്രണം, ഈ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കി തൻ്റെ സ്വസ്ഥമായ കുടുംബജീവിതം നയിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി മുൻകൂട്ടി ആസൂത്രണം ചെയ്തൊരു പദ്ധതിയായിരുന്നു ഈ കൊലപാതകമെന്നാണ് പിന്നീട് അന്വേഷണ സംഘം കണ്ടെത്തിയത്. അങ്ങനെ ഈ അരിസ്റ്റോ ജംഗ്ഷനിലെ ലോഡ്ജിലേക്ക് വരുന്ന ഗായത്രിയും പ്രവീണും അവിടെ റൂം എടുക്കുന്നു. അതിനുശേഷം ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കമുണ്ടായി. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഈ ഗായത്രിയുടെ ഷോൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവീൺ ഈ പെൺകുട്ടിയുടെ കഴുത്തിലേക്ക് കുരുക്കിട്ട് വലിച്ചു മുറുക്കി കൊലപ്പെടുത്തി. അതിനുശേഷമാണ് ഈ കൊലപാതകം ആത്മഹത്യയാക്കാനുള്ള ഈ പ്രതിയുടെ ഗൂഢമായിട്ടുള്ള തന്ത്രങ്ങൾ അരങ്ങേറിയത്. അതുപ്രകാരം ഏകദേശം ഉച്ചകഴിഞ്ഞാണ് ഈ കൊലപാതകം സംഭവിക്കുന്നത്. അതിനുശേഷം ഗായത്രിയെ കാണാനില്ലെന്ന് കണ്ട് ഗായത്രിയുടെ ഫോണിലേക്ക് ബന്ധുക്കൾ ഫോൺ വിളിച്ചു. എന്നാൽ ഇയാൾ ഫോൺ എടുത്തതിന് ശേഷം താൻ അവളുടെ ഭർത്താവാണ്, ഇനി ആരും അവളെ അന്വേഷിക്കേണ്ട എന്ന രീതിയിലാണ് ബന്ധുക്കളോട് മറുപടി പറഞ്ഞത്. അതിനുശേഷം 7 മണിയോടുകൂടിയാണ് ഈ പെൺകുട്ടിയുടെ ഫോണിൽ നിന്ന് സാമൂഹിക മാധ്യമത്തിൽ ഇവരുപയോഗിച്ചു വന്ന സാമൂഹിക മാധ്യമത്തിൽ ഇരുവരും വെട്ടുകാട് പള്ളിയിൽ വെച്ച് താലി ചാർത്തുന്ന ദൃശ്യങ്ങൾ വാട്സാപ്പ് സ്റ്റാറ്റസുകളായും ഫേസ്ബുക്കിൽ പോസ്റ്റുകളായും ലവ് യു എന്ന തലക്കെട്ടോടുകൂടി പോസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇത് പ്രവീൺ ചെയ്തതാണ്. ഇത് ഇയാളുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഗായത്രി താനുമായിട്ട് പിണങ്ങി അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ മനോവിഷമത്തിൽ ലോഡ്ജ് മുറിയിൽ ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ഇയാളുടെ തന്ത്രങ്ങളായിരുന്നു കണ്ട ഫേസ്ബുക്ക് പോസ്റ്റും വാട്സാപ്പ് സ്റ്റാറ്റസുകളും. അങ്ങനെ ലവ് യു എന്ന് പോസ്റ്റ് ഇട്ടതിന് ശേഷം ഇയാൾ ആ ഹോട്ടൽ റൂമിൽ തുടർന്നു. ഏകദേശം 5:30 ഇയാൾ 7 മണിയോടുകൂടി ഇയാൾ ആ റൂം വിട്ട് ഈ ഗായത്രി റൂമിൽ മരിച്ചു കിടക്കുകയാണ്. അങ്ങനെ ഇയാൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇയാളുടെ ബൈക്കിലാണ് ഗായത്രിയെ ഈ അരിസ്റ്റോ ജംഗ്ഷനിലെ ലോഡ്ജിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ പിന്നീട് ഇയാൾ കൊല്ലം പരവൂരിലേക്ക് തിരികെ പോകുന്നത്, ഇയാളുടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുന്നത് ബസ്സിലാണ്. ഈ ബൈക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, ബൈക്ക് എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഇയാൾ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഗായത്രിയെ കാണാനില്ലല്ലോ. വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് അറ്റസ്റ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയ പെൺകുട്ടിയെ കാണാനില്ല. അപ്പോൾ ഈ സാമൂഹിക മാധ്യമ പോസ്റ്റും വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഈ ഗായത്രിയുടെ സഹോദരിയായിട്ടുള്ള ജയശ്രീ വിദ്യാർത്ഥിനിയാണെന്ന് ഈ ഗായത്രിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു എവിടെയാണെന്നറിയാൻ. അപ്പോൾ ഫോൺ എടുക്കുന്നത് പ്രവീണാണ്. പ്രവീൺ എടുത്തതിന് ശേഷം ഗായത്രി തൻ്റെ കൂടെയുണ്ട്, ഇനി അവളെ ആരും അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. അങ്ങനെ ഈ കുടുംബം നേരെ പോകുന്നത് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലേക്കാണ്. പോലീസ് സ്റ്റേഷനിലെത്തി മകളെ കാണാനില്ലെന്ന് കാണിച്ച് പരാതി കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ തങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ ഉണ്ടായ പ്രതികരണം, ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണവും ചൂണ്ടിക്കാട്ടി ഈ പോലീസ് സ്റ്റേഷനിൽ വിശദമായൊരു പരാതി കൊടുക്കുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ ഒരു ഉഴപ്പിലാണ് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു മാൻ മിസ്സിംഗ് കേസായിട്ട് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു കേസാണ്. അതിനുശേഷമാണ് ഇയാൾ രാത്രി 12:30 ഇയാൾക്ക് വിദഗ്ധമായ നിയമോപദേശം അടക്കം ഇക്കാര്യത്തിൽ കിട്ടിയെന്നാണ് പറയപ്പെടുന്നത്. 12:30 ഈ അരിസ്റ്റോ ജംഗ്ഷനിലെ ലോഡ്ജിലേക്ക് ഇയാൾ വിളിക്കുകയും എന്നിട്ട് ആ ഹോട്ടലിലെ ഇന്ന റൂമിൽ ഇത്തരത്തിലൊരു പെൺകുട്ടി മരിച്ചു കിടപ്പുണ്ട്, പോയി വാതിൽ തുറന്നു നോക്കാനാണ് ഈ ലോഡ്ജിലെ ജീവനക്കാരോട് ഫോൺ മുഖാന്തരം വിളിച്ചു പറയുന്നത്. അതുപ്രകാരം ഈ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇത് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു സംഘം പോലീസുകാർ സ്ഥലത്തെത്തി ഈ വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറുമ്പോഴാണ് ഈ പെൺകുട്ടി വായിൽ നിന്ന് നുരയും പതയും വന്ന നിലയിൽ മരിച്ചു കിടക്കുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനുശേഷമാണ് ഇയാളാണ് പ്രൈം സസ്പെക്ട്. കാരണം ഇവർ വിളിക്കുമ്പോൾ ഇയാളാണ് ഫോൺ എടുത്തത്. കൂടാതെ ഇവർ തമ്മിലുള്ള പ്രണയവും ബന്ധവും ഒക്കെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും അടക്കം അറിയാവുന്ന സാഹചര്യത്തിൽ ആദ്യ ഘട്ടത്തിൽ തന്നെ ഇയാളാണ് പ്രതി എന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു. എന്നാൽ പോലീസിനെ വഴിതെറ്റിക്കാൻ ഇയാൾ നടത്തിയ ശ്രമങ്ങളാണ് ഈ ഇവരുടെ ഗായത്രിയുടെ ഫോൺ അടക്കം കൊണ്ടുപോയതിന് ശേഷം ഇതൊരു ആത്മഹത്യ, തന്നോട് പിണങ്ങിപ്പിരിഞ്ഞ ഗായത്രി ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ. എന്നാൽ ഇയാൾ പിന്നീട് പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ 3 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടം, പ്രത്യേകിച്ച് ഒരടച്ചിട്ട മുറിയിൽ നടന്ന ഒരു കൊലപാതകം എന്ന നിലയിൽ ദൃക്സാക്ഷികളില്ലാതിരുന്ന ഒരു കേസ്, സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും മാത്രം അടിസ്ഥാനമാക്കിയാണ് പോലീസ് ഈ കേസിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. പ്രത്യേകിച്ച് മരണപ്പെടുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ കഴുത്തിലുണ്ടായിരുന്ന മുറിവുകൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ഉണ്ടായതല്ല, അത് ബാഹ്യശക്തിയുടെ ഇടപെടൽ അല്ലെങ്കിൽ രണ്ടാമതൊരാളുടെ ഇടപെടലിൽ ഉണ്ടായ മുറിവുകളാണെന്ന് അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകളാണ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 വർഷത്തോളം ആ ഒരു കുടുംബം ഈ കേസിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു. ആ ജയശ്രീ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ സഹോദരിയുടെ കാര്യമാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ആ പെൺകുട്ടിയുടെയും അച്ഛൻ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ താങ്ങായിരുന്ന ആ ഒരു 24 വയസ്സുകാരി ഇല്ലാതാക്കിയ പ്രതിയെ എങ്ങനെയെങ്കിലും നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കണമെന്ന ആ ഒരു കുടുംബത്തിൻ്റെ വാശി കൂടിയാണിപ്പോൾ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ആ കേസിലാണ്
ഇയാൾ കുറ്റക്കാരനാണ്. പ്രവീൺ എന്ന കൊല്ലം സ്വദേശി കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിലെ കേസ് അന്വേഷിച്ചത് ഫോർട്ട് ACP സാബുവിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവും തമ്പാനൂർ SHO സനോജിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ്. പ്രത്യേകിച്ച് SC/ST അട്രോസിറ്റി അടക്കമുള്ള വകുപ്പുകളൊക്കെ ഈ കേസിൽ ചുമത്തിയിരുന്നു. അപ്പോൾ എന്തായാലും ഇതിലെ ശിക്ഷാവിധി തിങ്കളാഴ്ച ഉണ്ടായേക്കും.